നമസ്കാരം. ഡെൽറ്റ സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായി ഡെൽറ്റ സമ്മർ 7th അണ്ടർ-14 സീസൺ 1 ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ വരുന്ന മെയ് 15-16 തീയതികളിൽ ഡെൽറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കുട്ടികളിലെ കായിക മികവ്, അവരുടെ അച്ചടക്കം, നേതൃപാടവം ഇവയൊക്കെ കണക്കിലെടുത്ത് കുട്ടികളുടെ കായിക മികവ് വളരെയേറെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണിത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും 16ഓളം ടീമുകൾ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നല്ല ഒരു ഉദ്ഘാടന ചടങ്ങും ഏരൂർ CIയുടെ നേതൃത്വത്തിൽ നല്ല ഒരു ഉദ്ഘാടന ചടങ്ങും അതിനോട് അനുബന്ധിച്ചുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഈ ടൂർണമെൻറ്റിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒത്തിരിയും തന്നെ കോ-കരിക്കുലർ ആക്ടിവിറ്റി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മാസം 15-16 തീയതികൾ നടക്കാൻ പോകുന്ന അണ്ടർ-14 ഫുട്ബോൾ ടൂർണമെൻറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചേക്കുന്നത്. ശരിക്കും നമ്മുടെ സ്കൂളിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു ടീമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ കൂടെ മത്സരിക്കാൻ ഞങ്ങൾ 15 ടീമിനെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ 15 ടീമുകൾ പല സ്കൂളും ടർഫിൽ നിന്നാണ് എത്തുന്നത്. ഈ ഗെയിംസ് നിയന്ത്രിക്കുന്നത് അസോസിയേഷൻ റഫറികൾ ആയിരിക്കും. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏരൂർ CIയും അതോടൊപ്പം തന്നെ സമാപന സമ്മേളനത്തിന് നമ്മുടെ SN കോളേജിലെ കായിക അധ്യാപകൻ സന്തോഷ് സാറായിരിക്കും എത്തുന്നത്. നല്ല ആകർഷകമായ സമ്മാനങ്ങളാണ് ഞങ്ങളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് നമ്മൾ 10,000 റുപ്പീസ്, സെക്കൻഡ് പ്രൈസ് 7,000, തേർഡ് പ്രൈസ് 5,000 റുപ്പീസാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല മികച്ച ട്രോഫികളും നല്ല പ്ലെയേഴ്സിന് അവരോടായിട്ടുള്ള ട്രോഫികളും മെഡലുകളും സമ്മാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്കൂളിലേക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ ടൂർണമെൻറ്റ് അണ്ടർ-14 നടത്താൻ തീരുമാനിച്ചതിന് റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ ഒരു മാനസിക സംഘർഷം കുറയ്ക്കാനും അതുപോലെ അവർക്ക് സ്പോർട്സിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയാണ്. അണ്ടർ-14 എന്ന് പറയുന്നത് നമുക്കൊരു 14 വയസ്സിന് താഴെ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇവർക്ക് പല മൾട്ടി ഈവൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. അതുപോലെ അവരുടെ സ്ട്രെങ്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാം ഇമ്പ്രൂവ് ആവുന്ന ടൈമാണ്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ-14 കാറ്റഗറി വെച്ചിരിക്കുന്നത്. നമുക്ക് അണ്ടർ-16, അണ്ടർ-18 ഒക്കെ നടത്തായിരുന്നു. പക്ഷേ അണ്ടർ-14 തന്നെ നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ റീസൺ അതൊന്നാണ്. ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടി മാത്രം. അതുപോലെ നമ്മൾ ഫ്യൂച്ചറിലും നമ്മൾ ഇതുപോലെ ഫുട്ബോൾ അക്കാഡമി ആയിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അസോസിയേഷനിലെ റഫറിയാണ്. ജിബിൻ എന്നാണ് റഫറിയുടെ പേര്. നമ്മുടെ അഞ്ചലത്തെ ഒരു മെയിൻ ഫുട്ബോൾ പ്ലെയറാണ്. അതുപോലെ സർട്ടിഫൈഡ് റഫറിയും കൂടാണ്.